ചില ആൾക്കാർ ജീവിതത്തിൽ പറയും, എൻ്റെ അച്ചോ ഞാൻ അടുത്ത് ആ വിഷയത്തിൽ എൻ്റെ മതിയും കൊതിയും വന്നിരിക്കുകയാണ്. ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരിക്കും, അത് ഭക്ഷണത്തോട് ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും. ചിലപ്പോൾ സിനിമയോട് ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും. ചിലർക്ക് പാട്ട് കേട്ട് ഇൻട്രസ്റ്റ് ഉള്ള, ചിലർക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. ഒരു തട്ട് കിട്ടണവരെ നമുക്കെല്ലാം ഇൻട്രസ്റ്റ് ആയിരിക്കും. എല്ലാത്തിലും തട്ടിരിപ്പുണ്ടേ. അറിയാതെ ഒന്നും ചാടി വീടേക്കരുത്. അമിതമായ ആവേശം ഒന്നിനും കാണിക്കരുത്. എല്ലാത്തിലും തട്ടിരിപ്പുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമി ദൈവം ഡിസൈൻ ചെയ്തപ്പോൾ സ്വർഗത്തെ പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മുടെ ഭൂമിയും അതിലുള്ള മനുഷ്യൻ്റെ വാഴ്വും ദൈവം ക്രമീകരിച്ചപ്പോൾ സ്വർഗത്തെ പ്രീസപ്പോസ് ചെയ്തിട്ടുണ്ടാണ്. അതായത് സ്വർഗത്തെ അവലംബമാക്കിയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ജീവിതം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്വർഗം ഉണ്ടാക്കാമെന്നുള്ള ഐഡിയ ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി, നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അമിതമായ ആവേശ സ്നേഹങ്ങൾ പിള്ളേരോട് കാണിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ, അവർ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ തട്ട് കിട്ടി കഴിയുമ്പോൾ മനസ്സിലാവും, വെറുതെ ആവശ്യമില്ലാതെ അതൊക്കെ എല്ലാത്തിനും. ഇത് തന്നെ ഭർത്താവിനോട് കാണിക്കുന്ന സ്നേഹവും, ഇത് തന്നെ ഭാര്യയോട് കാണിക്കുന്ന സ്നേഹവും, ഇനി നിങ്ങളുടെ പ്രൊഫഷനോട് കാണിക്കുന്ന സ്നേഹവും എല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തെ കണ്ടറിയണവരെ ബാക്കി എന്തിനും നമുക്ക് മതിയും കൊതിയും വരും. തീർന്നെന്ന് പോകും. ആൾക്കാർ പറയും, ഓ മതിയും കൊതിയും തീർന്ന്. എന്നുവെച്ചാൽ അങ്ങനെ നിങ്ങൾ തലയെ കൈ വെച്ചുകൊണ്ട് പറയും, ഓ അതിന് ഞാൻ മതിയും കൊതിയും തീർന്നിരിക്കണമെന്ന് പറയും. എന്താ ഭൂമിയുടെ അവസ്ഥ അതാ. ഇനി മതിയും കൊതിയും തീരാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നു, നിങ്ങളുടെ വിശ്വാസം വേണമെന്ന് ഞാനൊരിക്കലും പറയില്ല. യു മസ്റ്റ് നോട്ട് ഹാവ് ഫെയ്ത്ത്. നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമില്ല. കാര്യം ദൈവത്തിന് അത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമില്ല. എന്താ കാര്യം? ദൈവത്തിനത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. എന്താ കാര്യം? നമ്മുടെ വിശ്വാസത്തിലല്ല ദൈവം ജീവിക്കണത്, ആണോ? അല്ല. നമ്മുടെ വിശ്വാസത്തിലേക്ക് ദൈവം ഉണ്ടാകുക. അപ്പം നമ്മുടെ വിശ്വാസത്തിലല്ല ദൈവത്തിൻ്റെ നിലനിൽപ്പ്. പിന്നെ എന്താ നമുക്ക് വേണ്ടത്? വിശ്വാസം ഒരു കിൻഡർ ഗാർട്ടൻ പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സറി കുഞ്ഞുങ്ങൾ ഇല്ലേ, മാങ്ങ എന്നൊരു പടം കാണിച്ചിട്ട് അവിടെ മാംഗോ എന്ന് എഴുതി വെക്കും അല്ലേ? അതാണ് വിശ്വാസത്തിൻ്റെ നിലവാരം. അത്രേ ഉള്ളൂ. എ ബി സി ഡി നോളജാണ് വിശ്വാസം എന്ന് പറയണത്. നിങ്ങളെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഉടമ്പടി ഇതൊന്നും വർക്കൗട്ട് ചെയ്യും. വിശ്വാസം ഒന്നും ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത്, ഇപ്പം നമ്മൾ അച്ഛൻ എപ്പോഴും പറയത്തില്ലേ, മണ്ണെണ്ണ. ചില സ്റ്റൗവിലൊക്കെ മണ്ണെണ്ണ മതി അല്ലേ? വിറകുണ്ട്. നമ്മൾ വിറക് ഉപയോഗിച്ചിരുന്നതാണ്. അതിനുശേഷം നമ്മൾ മണ്ണെണ്ണ സ്റ്റൗവൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ഇല്ലേ? അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ഗ്യാസിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് വന്നു. പിന്നീട് അത് കറണ്ടിലേക്ക്. അപ്പോൾ ഊർജത്തിൻ്റെ സ്രോതസ്സുകൾ വ്യത്യാസപ്പെടുന്നുണ്ടല്ലേ? ആദ്യം വിറക്, പിന്നെ മണ്ണെണ്ണ, പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ഗ്യാസ് ഉപയോഗിച്ചു. ഇപ്പോൾ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഊർജ്ജം ഇങ്ങനെ മാറി. പെട്ടെന്നാണ് ഈ ഊർജ്ജമാറ്റം അടുക്കളയിൽ സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ ഉടമ്പടിയിൽ വരുമ്പോൾ നമ്മൾ വിറക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പണ്ടത്തെ വിശ്വാസം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിൽ കുറേ കരിയും പുകയൊക്കെ ഉണ്ടാകും. അതാണ് പ്രശ്നം. പിന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് പ്രത്യാശയമല്ല. അതിൻ്റെ അകത്ത് നമുക്ക് ഇത് കഴിഞ്ഞ് പിന്നെ മണ്ണെണ്ണ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് അതായത് റിഫൈൻഡ് ലവ് ആണ്. ലവ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി ഉപയോഗിക്കേണ്ടത്, റിഫൈൻഡ് ലവ് ആണ്. റിഫൈൻഡ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധീകരിച്ച സ്നേഹം. പറഞ്ഞ മനസ്സിലായില്ലേ? റിഫൈൻഡ് ലവ്, ശുദ്ധീകരിച്ച സ്നേഹം. ഈ ശുദ്ധീകരിച്ച സ്നേഹമാണ് നമ്മൾ ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോഴാണ് ഈ സാധനം പെട്ടെന്ന് കത്തണത്. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താണ് ശുദ്ധീകരിച്ച സ്നേഹമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ആരാധന ആരാധന ആത്മനാഥൻ യേശുവേ
എന്താണ് ശുദ്ധീകരിച്ച സ്നേഹമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ സങ്കീർത്തനം 143:10 എടുത്തേ. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ, ഏറ്റു പറഞ്ഞ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എന്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. അപ്പം അതാണ് റിഫൈൻഡ് ലവ് എന്ന് പറയുന്നത്. ഇത് പതുക്കെ നമ്മൾ അതിലേക്ക് എത്തിച്ചേരണം. റിഫൈൻഡ് ലവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റെയിൻ ഉണ്ടാകത്തില്ല. ഇപ്പം നമുക്കറിയാം, ഡീസൽ റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാ കിട്ടണത്? പെട്രോൾ. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ റിഫൈൻഡ് കഴിയുമ്പോൾ കുറച്ച് അതിൽ നിന്ന് പോകുന്ന കുറച്ചധികം താറ് പോലെയുള്ള സാധനങ്ങൾ അതിൽ നിന്ന് പോകും. വെള്ളം ശുദ്ധീകരിക്കും, എണ്ണ ശുദ്ധീകരിക്കും. അപ്പോൾ കുറച്ച് സോപ്പ് ഉണ്ടാക്കുന്നതും ഡിറ്റർജൻ്റൊക്കെ ഉണ്ടാക്കുന്നതും അതിന് നമ്മൾ ബൈ പ്രോഡക്റ്റുകളെന്ന് പറയും. ഈ ബൈ പ്രോഡക്റ്റുകളെല്ലാം ഡീസലിലുള്ളത് കൊണ്ടാണ് അത് നമ്മൾ ലോറിയിലെ വില ഉപയോഗിക്കും. സൊഫിസ്റ്റിക്കേറ്റഡ് കാറിൽ BMW ഉപയോഗിക്കത്തില്ല. അങ്ങനെ ചില കാറുകൾ അതിനുവേണ്ടി മാത്രം ഡിസൈൻ ചെയ്യേണ്ടതുണ്ടെങ്കിലും, പക്ഷേ ഇനി വിമാനം വരുമ്പോൾ വീണ്ടും മാറും. എന്താണ്? ഈ പെട്രോൾ പോലും അതിൻ്റെ അകത്തുകൊണ്ട് കുറച്ച് താറും കാര്യങ്ങളൊക്കെ അതിങ്ങനെ കാണുമ്പോൾ കണ്ണീര് പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തും സ്റ്റെയിനുണ്ട്, ചേരുവകകളുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും റിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഏവിയേഷൻ ഓയിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടർ പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ഏവിയേഷൻ ഓയിൽ. ഈ ഏവിയേഷൻ ഓയിലിലേക്കുള്ള ഈ താറിൻ്റെ വളർച്ചയില്ലേ, താറാണല്ലോ പിന്നീട് ഡീസലായിട്ടും പിന്നീട് പെട്രോളായിട്ടും പിന്നീട് ഏവിയേഷൻ ഓയിലായിട്ടും വരുമ്പോൾ ഈ താറ് ഇങ്ങനെ റിഫൈൻ ചെയ്തിട്ട് വരണത് ഈ ഡിസ്റ്റിൽഡ് വാട്ടർ പോലെ നമ്മുടെ കുത്തുവെക്കുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളമില്ലേ, ഇഞ്ചക്ഷൻ വെള്ളത്തിൻ്റെ അതേ ക്രിസ്റ്റൽ ക്ലിയറിലേക്ക് ഈ റിഫൈൻഡ് വരും. ഇതാണ് സ്റ്റെയിൻഡ്, ഇതാണ് റിഫൈൻഡ് എന്ന് പറയുന്നത്, ശുദ്ധീകരിച്ച സ്നേഹം. കാര്യം നമ്മളുടെ എല്ലാ ദൈവസ്നേഹത്തിലും നമ്മളുടെ ആത്മാവുണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു. ഇപ്പോൾ പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു അല്ലേ? പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നത്, പശുവിനെ തടകും നമ്മൾ. പശുവിൻ്റെ വായിക്കൊണ്ട് കൈ വെച്ച് കൊടുക്കും, അത് നമ്മളെ നക്കും അല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ, കാര്യം അതിനൊക്കെ ഔഷധ ശക്തി ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ അതിൻ്റെ പിടിച്ച് പ്രസവിച്ച പശുവിൻ്റെ കുഞ്ഞുങ്ങൾ ഇടിച്ചതിൽ താഴെ വീണ് കഴിഞ്ഞാൽ ഉടനെ അമ്മ പശു എന്നാ ചെയ്യണത്? തല വളച്ചിട്ട് അതിൻ്റെ മുട്ട നക്കി കൊടുക്കണുണ്ടല്ലേ? അതിനത് വേദന സംഹാരിയാണത്. ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കഴിവാണത്, പ്രകൃതി മൊത്തം ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ പശുവിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കണത്? പശു നമുക്ക് പാല് തരുന്നു. നാട്ടുകാരുടെ വീട്ടിൽ പോയി എന്ത് പാലാണ് തരണം നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശുദ്ധമായ പാല് കിട്ടാൻ വേണ്ടി നമ്മൾ പശുവിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്നേഹിക്കുന്നു. പശുവിന് പുല്ല് കൊടുക്കുന്നു, കാടി കൊടുക്കുന്നു, കാറ്റിൽ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു, പുഷ്ടി കൊടുക്കുന്നു. അങ്ങനെ ഓരോ സാധനം കൊടുത്തിട്ട് നമ്മുടെ പാല് കൂടുന്നുണ്ടോ നമ്മൾ നോക്കുന്നു, അളന്ന് നോക്കുന്നു, എന്നിട്ട് പിന്നെ കലക്കി നോക്കുന്നു, പിന്നെ ഗ്ലാസ്സിലെടുത്തിട്ട് കുലുക്കി നോക്കുന്നു. കാര്യം എന്താ? അതായത് ഈ പാലിൻ്റെ തടിപ്പ് കുറഞ്ഞാൽ കൂടിയാന്നറിയാൻ വേണ്ടി കുലുക്കി നോക്കും. അപ്പോൾ തടിപ്പുള്ള പാലുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കും. എന്നിട്ട് നമ്മൾക്കതനുസരിച്ച് നമ്മൾ ഓക്കെ മാറ്റിയെടുത്ത് പുഷ്ടിയാക്കി മാറ്റും. ചിലപ്പോൾ പുളിങ്കുരു കൊടുക്കും, ഇടിച്ചു കൊടുക്കും, പിണ്ണാക്ക്. ഇതെല്ലാം നമ്മുടെ ഉദ്ദേശം പാല് കട്ടിയുള്ളതായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ സ്നേഹിക്കുകയാണ് ആരാണ്? പശുവിനെ പുഷ്ടി കൊടുത്തും ഓക്കെ കൊടുത്തും സ്നേഹിക്കുക. നിങ്ങൾ ഓക്കെ കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് ഉടമ്പടി കൊടുക്കുകയാണ്. അത്രേ ഉള്ള വ്യത്യാസം. എന്താ കാര്യം? നമുക്ക് വല്ല 10 മാർക്ക് കൂടുതൽ കിട്ടണം.